ഹായ് ഫ്രണ്ട്സ്, വളരെ സന്തോഷമുള്ളൊരു കാര്യം നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ് ഞാൻ എത്തിയിട്ടുള്ളത്. ഇക്കഴിഞ്ഞ ഏപ്രിൽ മാസം 15-ാം തീയതിയാണ് നമ്മുടെ സൈലത്തിൻ്റെ കറണ്ട് അഫയേഴ്സ് ബുക്ക് നമ്മൾ പബ്ലിഷ് ചെയ്യുന്നത്. ഇന്നിപ്പോൾ ഒരു മാസക്കാലയളവ് പിന്നിട്ട് കഴിഞ്ഞു. ഈ ഒരു മാസക്കാലയളവിനുള്ളിൽ 7 പരീക്ഷകളാണ് കേരള PSC നടത്തിയിട്ടുള്ളത്. ഈ 7 പരീക്ഷകളിൽ ആകെ മൊത്തം 66 ചോദ്യങ്ങളാണ് കറണ്ട് അഫയർ ഏരിയയിൽ നിന്ന് മാത്രമായി ചോദിച്ചിട്ടുള്ളത്. ഈ 66 ചോദ്യങ്ങളിൽ 50 ചോദ്യങ്ങൾ നമ്മുടെ സൈലത്തിന്റെ കറണ്ട് അഫയേഴ്സിൽ നിന്ന് മാത്രം വന്നിട്ടുള്ളതാണ് എന്ന് വളരെയധികം അഭിമാനത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയും നിങ്ങൾ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഏതൊക്കെ പരീക്ഷകളാണ് ഈ കാലയളവിൽ നടന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഓക്കെ, അസിസ്റ്റന്റ് കമ്പൈലറിന്റെ ഒരു പരീക്ഷ നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിഗ്രി ലെവൽ ജൂനിയർ അസിസ്റ്റന്റ് പരീക്ഷ നടന്നിട്ടുണ്ട്. നമ്മുടെ ഡിഗ്രി പ്രിലിംസ് LSGSന്റെ ഡിഗ്രി പ്രിലിംസ് അതിന്റെ എക്സാം നടന്നിട്ടുണ്ട്. ഫോറസ്റ്റ് ഡ്രൈവർ, അതുപോലെ തന്നെ പോലീസ് ഡ്രൈവർ, LDCയുടെ ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് എക്സാം, അതുപോലെ തന്നെ LGSന്റെ ഒരു തസ്തികയിലുള്ള ഒരു എക്സാം. അങ്ങനെ ആകെ മൊത്തം 7 പരീക്ഷകളാണ് ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ നടന്നിട്ടുള്ളത്, ഈ ഒരു മാസ കാലയളവിനുള്ളിൽ നടന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിനകത്ത് ഈ 66 ചോദ്യങ്ങൾ, ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ 66 ചോദ്യങ്ങൾ, ഈ 66 ചോദ്യങ്ങളിൽ ഏറ്റവും കാതലായതും വേറിട്ടവുമായ ചോദ്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് പരിശോധിക്കാം. ഈ 66 ചോദ്യങ്ങൾ നമുക്ക് ആകെ മൊത്തം ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യം എന്ന് പറയുന്നത് ഒന്ന് ചാന്ദ്രയാനാണ്, അതുപോലെ തന്നെ മറ്റൊന്ന് ആദിത്യ L1 ആണ്, അതുപോലെ മറ്റൊന്ന് നമ്മുടെ വനിതാ സംവരണ ബില്ലാണ്. അപ്പോൾ ഈ വനിതാ സംവരണ ബില്ല്, അതുപോലെ തന്നെ നമ്മുടെ ചാന്ദ്രയാനുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം ഇതാണ്: ISROയുടെ ചാന്ദ്രയാൻ 3 ദൗത്യവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ എന്നാണ് ചോദ്യം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് 2023 ജൂലൈ മാസം 14-ന് സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് വിക്ഷേപിച്ചു. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് 2023 ഓഗസ്റ്റ് 5-ന് ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ എത്തിച്ചേർന്നു. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് 2023 ഓഗസ്റ്റ് മാസം 23-ാം തീയതി ചന്ദ്രന്റെ സൗത്ത് പോൾ അല്ലെങ്കിൽ ദക്ഷിണ ധ്രുവത്തിൽ സമീപം ലാൻഡ് ചെയ്തു എന്നാണ്. നമുക്കറിയാം, ചാന്ദ്രയാൻ 3യുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു നോട്ടാണ് നമ്മുടെ കറണ്ട് അഫയേഴ്സ് ബുക്കിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതുവരെ ചോദിച്ച എല്ലാ പരീക്ഷകൾക്കുള്ള ഉത്തരം അതിനകത്ത് നിന്ന് തന്നെയാണ് വന്നിട്ടുള്ളത് എന്നതുകൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. അതിനകത്ത് ഇവിടെ നമുക്ക് പരിശോധിക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ബഹിരാകാശ തുറമുഖം എന്നറിയപ്പെടുന്ന സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നും 2023 ജൂലൈ മാസം 14-ാം തീയതി വിക്ഷേപിച്ച നമ്മുടെ ചാന്ദ്രയാൻ 3 ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ എത്തിച്ചേർന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 2023 ഓഗസ്റ്റ് മാസം 5-ാം തീയതി. അപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. ഓഗസ്റ്റ് മാസം 5-ാം തീയതി ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ എത്തിച്ചേർന്ന നമ്മുടെ പേടകം സോഫ്റ്റ് ലാൻഡ് ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ്. അത് 2023 ഓഗസ്റ്റ് മാസം 23-ാം തീയതിയാണ് സോഫ്റ്റ് ലാൻഡ് ചെയ്യുന്നത്. ഈ സോഫ്റ്റ് ലാൻഡ് ചെയ്തതോടുകൂടി ചന്ദ്രന്റെ സൗത്ത് പോൾ അഥവാ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്യുന്ന ആദ്യ രാജ്യമായി ഇന്ത്യ മാറി. എന്നാൽ ചന്ദ്രനിൽ വിജയകരമായി എത്തുന്ന എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ എന്ന് കേരള PSC ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട്. അത് 4ാമത്തെ രാജ്യമാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ 3 സ്റ്റേറ്റ്മെന്റ്, നമ്മൾ ഈ പറഞ്ഞ 3 സ്റ്റേറ്റ്മെന്റും ശരിയാണ് എന്ന നിഗമനത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, എത്തിച്ചേരാം. ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ആദിത്യ L1മായി ബന്ധപ്പെട്ട് ചോദിച്ച ഒരു ചോദ്യം എന്ന് പറയുന്നത് ആദിത്യ L1ന്റെ വിക്ഷേപണ വാഹനം ഏത് എന്നതായിരുന്നു. നമുക്കറിയാം PSLV C-57 എന്നതായിരുന്നു വിക്ഷേപണ വാഹനം എന്ന് പറയുന്നത്. ഇനി നമ്മൾ വിക്ഷേപിക്കുന്നത് 2023 സെപ്റ്റംബർ മാസം 2-ാം തീയതിയാണ് വിക്ഷേപിക്കുന്നത്. 2023 സെപ്റ്റംബർ മാസം 2-ാം തീയതി വിക്ഷേപിച്ച നമ്മുടെ ആദിത്യ L1 ലഗ്രാഞ്ച് പോയിന്റിൽ എത്തിച്ചേരുന്നത് 127 ദിവസങ്ങൾക്ക് ശേഷമാണ്. കൃത്യമായി പറഞ്ഞാൽ 2024 ജനുവരി മാസം 6-ാം തീയതിയാണ്, അല്ലെ? അപ്പോൾ അവിടെ ഒരു ചോദ്യം ചോദിച്ചിട്ടുള്ളത് ഈ ലഗ്രാഞ്ച് പോയിന്റ് എത്ര അകലെയാണ് എന്ന് കേരള PSC ചോദിച്ചിട്ടുണ്ട്. 15 ലക്ഷം കിലോമീറ്റർ അകലെയാണ് നമ്മുടെ ലഗ്രാഞ്ച് പോയിന്റ് സ്ഥിതി ചെയ്യുന്നത്. അതടക്കം കേരള PSC എന്ത് ചെയ്തിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ വിക്ഷേപണ വാഹനത്തെ പറ്റി ചോദിച്ചു, അതുപോലെ തന്നെ ലഗ്രാഞ്ച് പോയിന്റ് എത്ര അകലെയാണ് എന്നൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ആദിത്യ L1മായി ബന്ധപ്പെട്ടുകൊണ്ട് റീസെന്റ് ആയിട്ട് ചോദിച്ച ചോദ്യങ്ങളാണ്. ചാന്ദ്രയാനെയും ആദിത്യ L1നെയും പോലെ ഏറ്റവും കൂടുതൽ തവണ ആവർത്തിച്ച മറ്റൊരു ചോദ്യമാണ് വനിതാ സംവരണ ബില്ല്, അല്ലേ? വനിതാ സംവരണ ബില്ല് അല്ലെങ്കിൽ നാരി ശക്തി വന്ദൻ അധിനിയം അത് ചോദിച്ചതാണ്. വനിതാ സംവരണ ബില്ലിന്റെ
ഭരണഘടനാ ഭേദഗതി, എത്രാം ഭരണഘടനാ ഭേദഗതി എന്ന് ചോദിച്ചു? 106-ാം ഭരണഘടനാ ഭേദഗതി. അതുപോലെ തന്നെ വനിതാ സംവരണ ബില്ലുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് ലോക്സഭ പാസ്സാക്കിയതെന്ന് നമുക്കറിയാം. സെപ്റ്റംബർ മാസം 19-ാം തീയതി ലോക്സഭയിൽ അവതരിപ്പിക്കുന്നു, സെപ്റ്റംബർ 20-ാം തീയതി ലോക്സഭ പാസ്സാക്കുന്നു. ശരിയല്ലേ? സെപ്റ്റംബർ 21-ന് രാജ്യസഭയും സെപ്റ്റംബർ മാസം 28-ാം തീയതി പ്രസിഡന്റും ഒപ്പുവയ്ക്കുന്നു. ഇത്രയും കാര്യങ്ങൾ കേരള PSC പല പരീക്ഷകളിലായി ചോദിച്ചതാണ്. അതുപോലെ തന്നെ നമ്മുടെ കേന്ദ്ര ബഡ്ജറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2023-24 കേന്ദ്ര ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് ചോദിച്ചൊരു ചോദ്യമാണ് സപ്തഋഷി എന്ന പദം താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത്. നമുക്കറിയാം അത് 2023-24 യൂണിയൻ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട പദമാണ് സപ്തഋഷി എന്ന് പറയപ്പെടുന്ന പദം. അതുപോലെ തന്നെ മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് 2023 കേരള ഗവർണർ രാഷ്ട്രപതിയുടെ അനുമതി റിസർവ് ചെയ്യുകയും റഫർ ചെയ്യുകയും ചെയ്ത കേരള നിയമസഭയുടെ ഏത് ബില്ലിനാണ് ഇന്ത്യൻ രാഷ്ട്രപതിയിൽ നിന്നും അനുമതി ലഭിച്ചത്? വളരെയധികം ചർച്ചാ വിഷയമായ ഒരു ബില്ലായിരുന്നു അത്, അല്ലേ? കേരള ലോകായുക്ത ഭേദഗതി ബില്ല് 2022 കേരള ലോകായുക്ത ഭേദഗതി ബില്ലാണ് 2024 പ്രസിഡന്റ് എന്ത് ചെയ്യുന്നത്? അസന്റ് നൽകുന്നത്. മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് ഏത് സംസ്ഥാനത്താണ് ഇന്ത്യയിൽ ആദ്യത്തെ ലിക്വിഡ് മിറർ ടെലസ്കോപ്പ് സ്ഥാപിച്ചിട്ടുള്ളത്? നമുക്കറിയാം അത് ഉത്തരാഖണ്ഡിലാണ്. ഈ പോയിന്റുകളെല്ലാം തന്നെ വളരെ കൃത്യമായി നമ്മുടെ ബുക്കിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. മറ്റൊരു ചോദ്യം 2024 വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള രാജ്യം ഏത്? നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള രാജ്യമായി 2024 ഒന്നാം സ്ഥാനത്തെത്തിയത് ഫിൻലാൻഡാണ്. കുറച്ചു കാലങ്ങളായി ഫിൻലാൻഡ് തന്നെയാണ് ഒന്നാം സ്ഥാനം നിലനിർത്തുന്നത്. ഇന്ത്യ ഇത്തവണ എത്രാം സ്ഥാനത്താണ്? 126 ഇന്ത്യയുടെ റാങ്ക്. വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 126. 2024 കണക്ക് പ്രകാരം 126-ാം സ്ഥാനത്താണ് നമ്മുടെ ഇന്ത്യ. ഇനി പറയാൻ പോകുന്ന അടുത്ത ചോദ്യം ഒത്തിരി പേരെ വിഷമിപ്പിച്ച ഒരു ചോദ്യമാണ്. ചോദ്യം ഇതാണ്: 2024 പുതുവർഷ ദിനത്തിൽ 7.5 സ്കെയിലിൽ ഭൂകമ്പവും വിനാശകരമായ സുനാമിയും അനുഭവിച്ച നോട്ടോ ഏതു ഏഷ്യൻ രാജ്യത്താണ് എന്നായിരുന്നു ചോദ്യം. നമുക്കറിയാം അത് ജപ്പാനിലാണ്. പല ആൾക്കാരും ഈ ഒരു ആൻസറിലേക്ക് എത്താൻ ഒത്തിരി ബുദ്ധിമുട്ടി. പക്ഷെ നമ്മുടെ ബുക്കിനകത്ത് വളരെ കൃത്യമായി ഈ പോയിന്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിനടുത്ത ചോദ്യം ഡിസംബർ 1 ദുബായിൽ നടന്ന COP28 ഉച്ചകോടി ഏത് വിഷയവുമായി ബന്ധപ്പെട്ടതാണ്? കാലാവസ്ഥാ വ്യതിയാനം. കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട നമ്മൾ വേദികൾ എന്ന് പറയപ്പെടുന്ന ഏരിയയിൽ ഇതിനെപ്പറ്റി വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇതും മറ്റൊരു വേറിട്ടൊരു ചോദ്യമാണ്. ഇന്ത്യയുടെ ഏറ്റവും പുതിയ യുദ്ധക്കപ്പലായ INS മഹേന്ദ്രഗിരിക്ക് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തെ മലനിരകളുടെ പേരാണ് നൽകിയിരിക്കുന്നത്? നമ്മൾ പ്രതിരോധം എന്ന് പറയപ്പെടുന്ന കറണ്ട് അഫയേഴ്സ് ബുക്കിനകത്ത് പ്രതിരോധം എന്ന് പറയപ്പെടുന്ന ഒരു മേഖലയുണ്ട്. ആ മേഖലക്കകത്ത് വളരെ കൃത്യമായി ഈ ചോദ്യത്തിന് ഉത്തരമുണ്ട്. നോക്കി, ഒഡീഷയാണ്. ഒഡീഷയിലെ അല്ലെങ്കിൽ ഒഡീഷയുടെ മലനിരകളുടെ പേരാണ് ഈ പറയപ്പെടുന്ന INS മഹേന്ദ്രഗിരിക്ക് നൽകിയിട്ടുള്ളത് എന്ന കാര്യം ഓർത്തു വച്ചേക്കുക. ഇനി അടുത്തിടെ യുവാക്കൾക്കിടയിൽ ഏറ്റവും കൂടുതൽ തരംഗമായി മാറിയ ഒരു പുസ്തകം അല്ലെ ഒരു നോവലാണ്. അഖിൽ P ധർമ്മജൻ രചിച്ച റാം കെയർ ഓഫ് ആനന്ദി എന്ന് പറയപ്പെടുന്ന ആ ഒരു പുസ്തകം ഏറ്റവും അടുത്ത് നടന്ന പരീക്ഷയ്ക്ക് ചോദിച്ചിരുന്നു. അത് നമ്മുടെ പുസ്തകങ്ങളും എഴുത്തുകാരും എന്ന ടോപ്പിക്കിനകത്ത് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ അതാണ്. റാം കെയർ ഓഫ് ആനന്ദി എന്ന നോവലിന്റെ രചയിതാവാര്? അഖിൽ P ധർമ്മജനാണ് അതിന്റെ രചയിതാവ്. ഏറ്റവും ഒടുവിലായിട്ട് വന്ന ചോദ്യമാണത്. അപ്പോൾ ഇതുവരെ നമ്മൾ നോക്കിയത് ഇക്കഴിഞ്ഞ 7 പരീക്ഷകളിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും കാതലായതുമായിട്ടുള്ള കണ്ടന്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ 7 പരീക്ഷകൾ മാത്രമേ നടന്നിട്ടുള്ളൂ. അതിൽ തന്നെ ചോദിച്ച 66-ൽ 50 ചോദ്യങ്ങൾ നമുക്ക് കിട്ടി. ഇനിയും ഏറെ പരീക്ഷകൾ വരാനിരിക്കുന്നു. ഇനി വരുന്ന പരീക്ഷകൾക്കും നമ്മുടെ ബുക്ക് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പൂർണ്ണമായ വിശ്വാസം. അപ്പൊ എല്ലാവരും കട്ടക്കിരുന്ന് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.